അതുപോലെ തന്നെ പരലോക ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഭയാനകരമായ നരകത്തിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകാൻ കാരണമാകുന്ന വിശ്വാസ കർമ്മ മേഖലകളിൽ ജീർണതകൾ വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആത്മീയ ചൂഷണ പ്രവർത്തനങ്ങൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കപ്പെടേണ്ടതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്ക്, ചര്യയിലേക്ക് സമൂഹം ക്ഷണിക്കപ്പെടേണ്ടതിന് പകരം പുത്തനാചാരങ്ങളിലേക്കും അത്യാചാരങ്ങളിലേക്കും സമൂഹം വിളിക്കപ്പെടുന്നു എന്നത് എല്ലാ അപകടങ്ങളെക്കാളും എല്ലാ പ്രശ്നങ്ങളെക്കാളും ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെക്കാൾ, ശരീരത്തെ ബാധിക്കുന്ന തളർച്ചകളെക്കാൾ, പ്രശ്നങ്ങളെക്കാൾ ഏറ്റവും അപകടം മനസ്സിൻ്റെ വിശുദ്ധിയെ ബാധിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് എന്നത് ഈ സംവിധാനം, ഈ സംഘം സമൂഹത്തെ മുഖം നോക്കാതെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവത്തോടെ സമൂഹത്തെ ഉണർത്തേണ്ടത് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ചാണ്. അതിലേറ്റവും ആദ്യം സമൂഹത്തെ ഉണർത്തേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസം മുതലിങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളെയും ബാധിച്ചിട്ടുള്ള അപകടങ്ങളെയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം മതിയാകുന്നില്ല. എല്ലാം നൽകുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം സംവിധാനിച്ചവൻ, എല്ലാം ഒരുക്കിയവൻ അള്ളാഹുവാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. മറിച്ച് എല്ലാ വസ്തുക്കളുടെയും സട്ടാവായിട്ടുള്ള, എല്ലാ സൃഷ്ടികളുടെയും സംരക്ഷകനായിട്ടുള്ള, ലോകത്തിൻ്റെ ഓരോ ചലനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവ സൃഷ്ടികളുടെയും അധികാരിയും കൈകാര്യകർത്താവുമായിട്ടുള്ള അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം അത് കൃത്യമായി കൊടുത്ത്, അതിൽ വെള്ളം ചേർക്കാതെ, അതിനെ കളങ്കപ്പെടുത്താതെ അള്ളാഹുവിലേക്ക് അടുക്കുക, അവനെ മനസ്സിലാക്കുക, അവനെ അറിയുക എന്നതാണ് മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. ഒരാൾ അള്ളാഹു സൃഷ്ടാവാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അള്ളാഹുവാണ് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും കുടുംബ സംവിധാനവും മറ്റു കാര്യങ്ങളും നൽകിയത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം പരലോക ജീവിതം രക്ഷപ്പെടുകയില്ല. മറിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തന്നിട്ടുള്ള, എൻ്റെ ജീവിതത്തിൻ്റെ സുഖത്തിനും സൗകര്യത്തിനും സൗഖ്യത്തിനും ആവശ്യമായിട്ടുള്ള ഇടപെടൽ കൃത്യമായി നടത്തിയ ആ റബ്ബിനെ ആത്മാർത്ഥമായി സ്തുതിക്കാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകത്തിൻ്റെ സംരക്ഷകനും നിയന്ത്രകനും അധികാരിയും സട്ടാവും കൈകാര്യകർത്താവുമായിട്ടുള്ള എൻ്റെ രക്ഷിതാവിനാണ് സർവസ്തുതിയും എന്ന് മനസ്സറിഞ്ഞ് പറയുന്നിടത്താണ് ഒരു വിശ്വാസിക്ക് വിജയിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമുക്ക് അനുവദിച്ചു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നോക്കൂ നിങ്ങൾ. അത് ശ്വസിക്കാനുള്ള കഴിവല്ല, ഭക്ഷിക്കാനും കുടിക്കാനുമുള്ള കഴിവല്ല, ഒരു വാഹനം ഓടിച്ചു പോകാനുള്ള കഴിവല്ല, ഓരോ പകലുകളിലും അല്ലെങ്കിൽ രാത്രികളിൽ നമ്മുടെ കുടുംബത്തെ നോക്കാൻ ആവശ്യമായ ഉപജീവന മാർഗം തന്നു എന്നതല്ല. അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാന അനുഗ്രഹം, ഏത് പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അകപ്പെട്ടാലും എത്ര വലിയ സന്തോഷങ്ങൾക്ക് നടുവിലാണ് നാം ഉള്ളതെങ്കിലും ആ റബ്ബിനെ വിളിക്കാൻ
ആ റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ, ആ റബ്ബിന്റെ മുമ്പിൽ മനസ്സ് തുറക്കാനുള്ള അനുമതി അള്ളാഹു തന്നു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. മനുഷ്യർ കണക്കാക്കിയിട്ടുള്ള ആൾ ദൈവങ്ങൾ നോക്കൂ നിങ്ങൾ, മനുഷ്യ നിർമ്മിത ആത്മീയ കേന്ദ്രങ്ങൾ നോക്കൂ നിങ്ങൾ, മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്ത സൗകര്യങ്ങളും സംവിധാനങ്ങളും എടുത്തു പരിശോധിക്കുക. ഒന്നുകിൽ അവിടെ ഒരു സമയമുണ്ടാകും, അല്ലെങ്കിൽ അവിടെ പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കേണ്ടി വരും, അതല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന വരിയിൽ ഒരാളായി മാറേണ്ടി വരും. അവിടേക്ക് പോകണമെങ്കിൽ പ്രത്യേകം ആരെങ്കിലും വിളിച്ചു പറയേണ്ടി വരും, അവിടെ ബില്ലടക്കേണ്ടി വരും. പല നിലക്കുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ആത്മീയമായി നിർമ്മിക്കപ്പെട്ട വ്യാജ കേന്ദ്രങ്ങളിൽ, വ്യാജ ആളുകളിൽ ഉണ്ട് എന്നത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യർ തന്നെ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങളാണത്. അതിന് ആയുസ്സില്ല, ദൈർഘ്യമില്ല, അതിന് യാതൊരു ഫലവുമില്ല. വിശുദ്ധ ഖുർആൻ അത്തരം കേന്ദ്രങ്ങളെ, അത്തരം സംവിധാനങ്ങളെ, നിർമ്മിത വസ്തുക്കളെ പരിചയപ്പെടുത്തിയത് എട്ടുകാലിയുടെ വീട് പോലെയാണ്. എട്ടുകാലി നമുക്കെല്ലാവർക്കും അറിയാം. ആ ജീവി ഉണ്ടാക്കുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബലമുള്ള, ശക്തിയുള്ള വീടാണ് എന്ന ഒരു ധാരണ എട്ടുകാലിക്കുണ്ട്. പക്ഷേ യാതൊരു ബലവുമില്ലാത്ത, ഒരു ഈടുമില്ലാത്ത, ഉറപ്പില്ലാത്ത ഒന്നാണത്. ഇതിനോടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ വിട്ട് സൃഷ്ടികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ ഭവനങ്ങൾ ഒഴിവാക്കി മനുഷ്യനിർമ്മിത കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പരാജയത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയാണോ, ആ വിശ്വാസിയുടെ മനസ്സിന്റെ തേട്ടം അത് ഉയരേണ്ടത് ഏതെങ്കിലും ഒരു ജാറത്തിലേക്കോ, ഒരു മക്ബറയിലേക്കോ, ഒരു ജ്യോത്സ്യന്റെയോ ബീവിയുടെയോ സിദ്ധന്റെയോ കണക്ക് നോട്ടക്കാരന്റെയോ ഒരു കറുത്ത ചരടിലേക്കോ, വളയിലേക്കോ, നൂലിലേക്കോ, ഐക്കല്ലിലേക്കോ, ഏലസിലേക്കോ, കല്ലിലേക്കോ, മരത്തിലേക്കോ, കൊത്തിയുണ്ടാക്കപ്പെട്ട വസ്തുക്കളിലേക്കോ അല്ല. അത് ഉയരേണ്ടത് പടച്ച റബ്ബിലേക്കാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. പ്രവാചകരെ, അങ്ങയോട് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നൽകേണ്ട ഉത്തരം ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. വിളിക്കുന്നവന്റെ വിളി കേൾക്കാൻ, അതിനുത്തരം കൊടുക്കാൻ, അവന്റെ പ്രശ്നങ്ങളെ സംവിധാനിച്ച, അതിനെ സൃഷ്ടിച്ച എനിക്ക് മാത്രമാണ് സാധിക്കുക എന്ന ഉത്തരം പ്രവാചകരെ നിങ്ങൾ നൽകുക. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വിളിക്കുന്നവൻ വിളിക്കട്ടെ, അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു യാതൊരു മറയും വെച്ചിട്ടില്ല. അഥവാ കറുത്തവൻ വിളിക്കണ്ട, വെളുത്തവൻ വിളിക്കട്ടെ എന്ന ഒരു രീതിയില്ല. പണക്കാരൻ വിളിക്കട്ടെ, പാവപ്പെട്ടവൻ വിളിക്കണ്ട എന്നതില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ, ഒരു ഉസ്താദിന്റെ, ഒരു മൗലവിയുടെ, ഒരു മുസ്ലിയാരുടെ, ഒരു വ്യക്തിയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഏത് ഇരുട്ടിലും, ഏത് പകലിലും, ഏതവസ്ഥയിലും അല്ലാ എന്ന് വിളിക്കാനുള്ള അനുമതി വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ആയത്തിനെ പോലും പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ തെറ്റായ നിലക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെയാണത്? വൈദാ സഅലക ഇബാദി, എന്റെ അടിമകൾ പ്രവാചകരെ നിങ്ങളോട് ചോദിച്ചാൽ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കും മുമ്പ് പ്രവാചകരോടാണ് ചോദിക്കേണ്ടതെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. ഈ രൂപത്തിൽ വരെ ഇതിന്റെ അർത്ഥതലത്തെ മാറ്റി ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും സാധാരണക്കാരെ വിളിച്ചു കൊണ്ടുപോകാൻ, ക്ഷണിക്കാൻ പല ആളുകളും ശ്രമിക്കാറുണ്ട്. സഹോദരങ്ങളെ, എന്തുമാത്രം വലിയ തെറ്റാണത്! അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അറിയിച്ചു കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബി വന്നുകൊണ്ട് ഓ പ്രവാചകരെ എന്ന് വിളിച്ചോ, അല്ലയോ പ്രവാചകരെ എന്ന് വിളിച്ചോ, എന്റെ നേതാവായ പ്രവാചകരെ എന്ന് വിളിച്ചോ, ഇല്ല എന്നുറപ്പാണ്. ഇനിയോ ഈ ആയത്തിനെ ജീവിതത്തിൽ ആദ്യം പ്രാവർത്തികമാക്കേണ്ട ചുമതല, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ചോദിക്കുക? നബിയോട് തന്നെ ചോദിക്കുക എന്ന രീതിയാണോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അപ്പൊ ഒരിക്കലും
ഷിർക്കിന്റെ വഴിയല്ല ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. മറിച്ച് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉറക്കെ പഠിപ്പിച്ച ഒരു വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വല്ലാത്ത അനുമതിയാണ്. ഇത് നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വ ഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. ആരാണ് റബ്ബ്? നമ്മെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് അന്നം നൽകിയവനാണ്, നമ്മെ നിയന്ത്രിക്കുന്നവനാണ്, നമ്മുടെ കൈകാര്യകർത്താവാണ്, നമ്മുടെ അധികാരിയാണ്. എല്ലാം ആയിട്ടുള്ള ആ റബ്ബിനെ വിളിക്കണം എന്നാണ്. പ്രയാസഘട്ടങ്ങളിൽ, പരീക്ഷണങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുമ്പോൾ അല്ലാഹ് എന്ന വിളിക്ക് വല്ലാത്ത മധുരമാണ്, അതിന് വല്ലാത്ത രുചിയാണ്. ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രയാസങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസവും എന്തെന്നില്ലാത്ത സമാധാനവും നൽകുന്ന വിളിയാണ് അല്ലാഹ് എന്ന വിളി. ആ വിളി എങ്ങനെയാകണം? തദർറുഅൻ വ ഖുഫിയ, അടക്കത്തിലും ഒതുക്കത്തിലും ആകണം. പരിധി വിട്ടു പോകാൻ പാടില്ല, എന്തെങ്കിലും വിളിച്ചു പറയാൻ പാടില്ല. യാ ശൈഖേ, അല്ലെങ്കിൽ യാ ബദരീങ്ങളെ, യാ മുഹീദ്ദീൻ ശൈഖേ എന്ന രൂപത്തിലുള്ള വാക്കുകളോ പരാമർശങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അല്ലാഹ് എന്ന വിളിയിലേക്കാണ്. ആ വിളിയിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് വിട്ടു പോകുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നാണ്. അതിര് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹ് പഠിപ്പിക്കാത്ത വഴിയിലൂടെ, അല്ലാഹ് നിർദ്ദേശിക്കാത്ത വഴിയിലൂടെ, അല്ലാഹു നിയമമാക്കാത്ത വഴിയിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം ഉണ്ടാകലാണ് പരിധി വിട്ടുപോക്ക് എന്നത്. പലപ്പോഴും പല സദസ്സുകളിലും ആളുകൾ കൂടുമ്പോൾ ഇലാ ഹദറത്തിൻ നബി എന്ന് കേൾക്കാം, ഇലാ ഹദറത്തിൽ മശായിഖ് എന്ന് കേൾക്കാം, ഇലാ ഹദറത്തിൽ അസാതിദ എന്ന് കേൾക്കാം, ഇലാ ഹദറത്തിൽ സ്വാലിഹീന വശുഹദായി എന്ന് കേൾക്കാം. സഹോദരങ്ങളെ, ഒരു സദസ്സിൽ നിന്ന് ഇലാ ഹദറത്തി എന്ന വിളി വരുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അത് കേവലമായ വിളിയല്ലല്ലോ, വെറുതെ വിളിക്കലല്ലോ. ആ വിളിക്കൊരു ലക്ഷ്യമുണ്ട്. ഏതൊരാളിലേക്കാണോ ഇലാ ഹദറത്തി എന്ന് പറയുന്നത്, അയാൾ ആ വിളി കേൾക്കുന്നു, ആ വിളിക്കുന്നവനെ അറിയുന്നു, ആ വിളിക്കുന്നവനെ കാണുന്നു. അവന്റെ പ്രശ്നങ്ങൾ കേട്ട് അത് റബ്ബിനോട് പറഞ്ഞ് പരിഹരിച്ചു കൊടുക്കാനുള്ള ശക്തി ജീവിച്ചിരിക്കുന്ന മരിച്ചിരിക്കുന്ന ആരാകട്ടെ അവർക്ക് സാധിക്കുമെന്ന വിളിയാണ് ഇലാ ഹദറത്തിയിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ആ ഒരു വിളി നോക്കൂ നിങ്ങൾ, അത് ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് വിട്ടു പോകുന്നതാണ്. ശിർക്ക് എന്ന മഹാവിപത്ത് അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയെ പേടിക്കേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥയെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുകും, നിങ്ങളുടെ രക്ഷിതാവാണ് പറഞ്ഞിരിക്കുന്നത്. ആ റബ്ബെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരണം, എന്നെ സൃഷ്ടിച്ചവനാണ്, എനിക്ക് ഭക്ഷണം നൽകിയവനാണ്, എന്നെ അടക്കം നിയന്ത്രിക്കുന്നവനാണ്, എന്റെ കൈകാര്യകർത്താവാണ്, എന്റെ അധികാരിയാണ്. ആ റബ്ബെന്നോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നെ വിളിച്ചോ ഞാൻ നിനക്ക് ഉത്തരം തരാം. ഇങ്ങനെ ഒരു തുറവി ആരാണ് സഹോദരങ്ങളെ നമുക്ക് നൽകിയത്? ഇങ്ങനെ ഒരു വാഗ്ദാനം ആരാണ് നമുക്ക് നൽകിയത്? ഇത്ര ഉറപ്പായ നിലക്ക് എന്നെ വിളിച്ചോ ഞാൻ നിനക്ക് ഉത്തരം തരാം എന്ന് പറയാനുള്ള ധൈര്യം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നാളിതുവരെ ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്? ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അവകാശപ്പെട്ടിട്ടില്ല. അവിടുന്ന് സ്വഹാബത്തിൽ ഒരാൾ പോലും അവകാശപ്പെട്ടിട്ടില്ല. ലോകത്ത് കഴിഞ്ഞുപോയ ഉത്തമരായി ഉദാത്തരായി ജീവിച്ച ഒരു പണ്ഡിതൻ പോലും ഇങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് റബ്ബിന്റെ മാത്രം അവകാശമാണ്. പ്രാർത്ഥനയാകുന്ന ആരാധന ഒരാളിലേക്കും തിരിച്ചുവിടാൻ പാടില്ല, മരിച്ചവരിലേക്കോ ജീവിച്ചിരിക്കുന്നവരിലേക്കോ പാടില്ല, മനുഷ്യ നിർമ്മിത കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പാടില്ല, മനുഷ്യൻ പടച്ച മനുഷ്യൻ സൃഷ്ടിച്ച ഒരു വസ്തുവിലേക്ക് അത് പോകാൻ പാടില്ല. അത് കല്ലാകട്ടെ, മരമാകട്ടെ, പൂവാകട്ടെ, നൂലാകട്ടെ, എന്താകട്ടെ, അതിലേക്ക് പോകാൻ പാടില്ല. അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഖുർആൻ വീണ്ടും പറയുന്നു, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ആരാണ്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഏകാരാധ്യനാണ്,
ആത്മാർത്ഥമായി അവനോട് പ്രാർത്ഥിക്കുക. സർവസ്തുതിയും അള്ളാഹുവിനാണ്, ലോകത്തിന്റെ റബ്ബായ അള്ളാഹുവിനാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. കുൽ പ്രവാചകരെ പറയുക, ഇന്നി നുഹീതു അൻ അഅബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആ വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതിനെ ആരാധിക്കുക എന്നത് ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥന എന്ന ആരാധന അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. പ്രാർത്ഥന എന്നത് കേവലമായ ഒരു വിളിയല്ല, അതൊരു ആത്മാവാണ്, ഒരു ജീവനാണ്. എന്തിന്റെ ജീവനാണ്? ആരാധനയുടെ ജീവനാണ്. ആരാധന എന്നത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ റബ്ബിന്റെ കഴിവിനെ, ആ റബ്ബിന്റെ വിശേഷണങ്ങളെ ഒരു സൃഷ്ടിയിലേക്ക് മാറ്റിക്കൊടുക്കാൻ പാടില്ല. ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിലൂടെ ശിർക്ക് എന്ന മഹാവിപത്ത് ലോകത്ത് വരികയാണ്. അള്ളാഹു ഇടപെടുന്ന മാർഗം മനുഷ്യരായ അവന്റെ സൃഷ്ടികളായ നമ്മളെ കൊണ്ട് കാണാൻ കഴിയുന്ന മാർഗമല്ല, അത് അസാധാരണമായ മാർഗമാണ്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ള മാർഗമാണ്, അഭൗതികമായ മാർഗമാണ്. ഒരു സംവിധാനങ്ങൾക്കും കണ്ടെത്താൻ പറ്റാത്ത അദൃശ്യമായ ഒരു മാർഗമാണ്. ആ മാർഗത്തിലൂടെ റബ്ബിൽ നിന്ന് മാത്രമാണ് സഹായം കിട്ടുക. ജീവിച്ചിരിക്കുന്നവരിൽ നിന്നോ മരിച്ചവരിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ മലക്കുകളിൽ നിന്നോ ജിന്നുകളിൽ നിന്നോ സസ്യങ്ങളിൽ നിന്നോ ജന്തുക്കളിൽ നിന്നോ ഒരു യന്ത്രത്തിൽ നിന്നോ ആ നിലക്കൊരു സഹായം കിട്ടുകയില്ല. ഇതാണ് ഇസ്ലാമിന്റെ ആശയം. അങ്ങനെ സഹായം കിട്ടുമെന്ന്, അങ്ങനെ ഇടപെടുമെന്ന് ആര് വിചാരിച്ചാലും സഹോദരങ്ങളെ, ശിർക്ക് എന്ന മഹാവിപത്ത് ആ വിചാരത്തിലൂടെ, ആ വിശ്വാസത്തിലൂടെ കടന്നു വരികയാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്, തുല്യരെ ഉണ്ടാക്കരുത് എന്ന് ഖുർആൻ ഗണ്ണിതമായി വിലക്കിയ കാര്യമാണ്. വലയകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുക്ക് തുല്യരായി ആരും തന്നെ ഇല്ല. ലൈസ കമിഥിലിഹി ഷൈഉൻ, അവനെ പോലെ ഒന്നുമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത്തരം ആയത്തുകൾ ഉണ്ടായിരിക്കെ മരിച്ചവർ അല്ലാഹുവിനെ പോലെയാണ് കാണുന്നത്, അല്ലാഹുവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലാഹുവിനെ പോലെയാണ് കേൾക്കുന്നത് എന്നുവരെ എഴുതിയും പ്രസംഗിച്ചും നടക്കുന്ന ഉസ്താദുമാർ ഇന്നും നമ്മുടെ നാടുകളിൽ ഉണ്ട്. എത്ര ഗൗരവമാണ്! മലക്കുകൾ, അതുപോലെ ജിന്നുകൾ, മരണപ്പെട്ടവർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരൊക്കെ അസാധാരണ മാർഗത്തിലൂടെ, അഭൗതിക മാർഗത്തിലൂടെ, കാണാൻ പറ്റാത്ത മാർഗത്തിലൂടെ ഇടപെടുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന, എന്ന് വാദിക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. അവരേത് പേരിൽ അറിയപ്പെട്ടാലും അത്തരം തെറ്റായ ചിന്തകൾക്കെതിരെ, അത്തരം തെറ്റായ വിശ്വാസങ്ങൾക്കെതിരെ പ്രമാണങ്ങൾ കൊണ്ട് പടവെട്ടുക എന്ന ദൗത്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, കുൽ പ്രവാചകരെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, എൻ്റെ റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുക, ഒന്നിനെയും അതിൽ പങ്കു ചേർക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവാത്തുൽ മക്റൂബ്, പ്രയാസപ്പെടുന്നവൻ പ്രാർത്ഥിക്കേണ്ടത്, പ്രയാസവേളയിലെ പ്രാർത്ഥന എത്രയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ പ്രാർത്ഥനകളിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു എന്നല്ല, അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ഷൈആ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് ലാ ഉശ്രികു ബിഹി ഷൈആ, ആ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് പ്രയാസഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രയാസം ജീവിതത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു ജാറത്തിൽ വെള്ളം കുടിക്കാൻ, ഏതെങ്കിലും ഒരു മഖബറയിൽ പോയി തൊട്ടുമുത്തി സമാധാനം കിട്ടുമെന്ന് വിചാരിക്കാൻ, ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ കണ്ട്, പണിക്കനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ പരിഹാരം കിട്ടുമെന്ന ഒരു ചിന്തയിലേക്ക് എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് വിലയാണ്? നമ്മളെപ്പോലെ ശ്വസിക്കുന്ന, ദാഹിച്ചാൽ വെള്ളം കുടിക്കുന്ന, രോഗം വന്നാൽ ചികിത്സ തേടി പോകുന്ന ആളുകളെ തേടിയാണോ പ്രയാസഘട്ടങ്ങളിൽ നാം ഉണ്ടാകേണ്ടത്? അല്ല, മറിച്ച് ആ പ്രയാസങ്ങളെ പടച്ച, ആ പ്രയാസങ്ങളെ കണക്കാക്കിയ ഒരു സട്ടാവുണ്ട്, ഒരു സംരക്ഷകനുണ്ട്, ഒരു അധികാരിയുണ്ട്, ഒരു നിയന്ത്രകനുണ്ട്. ആ റബ്ബിനെ വിളിക്കേണ്ടതിന് പകരം CM വലിയുള്ള എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, മുഹീദ്ദീൻ ശൈഖ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, ബദരീങ്ങളെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, മമ്പുറന്തങ്ങളെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, ജിന്നെന്നോ മലക്കെന്നോ വിളിച്ചിട്ട് കാര്യമില്ല. അല്ലാഹ് എന്ന് വിളിക്കണം, അല്ലാഹ് എന്ന് വിളിക്കണം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം
ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹ്, എന്റെ കാര്യത്തെ ഒരിക്കലും എന്നെ ഏൽപ്പിക്കരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യത്തെ എന്നെ ഏൽപ്പിക്കരുത്. അത്ര പോലും മനുഷ്യരായ നമുക്ക് കഴിവില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആ കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്ത ഒരു കഴിവ്, കിട്ടാത്ത ഒരു കഴിവ് ഇനി ലോകത്ത് ആർക്കാണ് കിട്ടുക? ലോകത്ത് ആർക്കാണ് അവകാശപ്പെടാൻ സാധിക്കുക? ലോകത്ത് ആർക്കാണ് അങ്ങനെ ജൽപ്പിക്കാനും വാദിക്കാനും സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ പ്രവാചകരെ പറയുക, ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദാ. നിങ്ങൾക്ക് ഒരു ഉപകാരത്തെ കീഴ്പ്പെടുത്താൻ, ഒരു ഉപദ്രവത്തെ കീഴ്പ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ നിന്ന് രോഗമുണ്ടായിട്ടുണ്ട്, അവിടെ നിന്ന് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ അല്ലാഹ് എന്ന് വിളിച്ച ചരിത്രമാണ് നമ്മൾ കാണുന്നത്. വേറെ ആരും വിളിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കാത്തത്, ചെയ്യാത്തത് അവിടുന്നിന്റെ പേരിൽ സമൂഹത്തെ പഠിപ്പിക്കുന്നു. സമൂഹത്തിൽ അത്തരം കാര്യങ്ങൾ വളർത്തി വലുതാക്കാൻ ആളുകൾ, ഉസ്താദുമാർ പലരും മുന്നോട്ട് വരുന്നു. ഈ അപകടമാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. ഇത് മനുഷ്യന്റെ മനസ്സിനെയാണ് ബാധിക്കുക. ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ ഇത് ബാധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഞാനത് കണ്ടു എന്ന്. പക്ഷേ മനസ്സിനെ ബാധിക്കുന്ന ശിർക്കടക്കമുള്ള, കുഫറടക്കമുള്ള, നിഷേധമടക്കമുള്ള, പരിഹാസമടക്കമുള്ള, ധിക്കാരമടക്കമുള്ള ചെറുതും വലുതുമായ രോഗങ്ങളെ ആർക്കാണ് കാണാൻ കഴിയുക? ആ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാനുള്ള കരുതലാണ്, ജാഗ്രതയാണ് സദാസമയം ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി യഖാഫു, ഞാൻ പേടിക്കുകയാണ്, ഇൻ അസൈതു റബ്ബി, എന്റെ റബ്ബിനെ ധിക്കരിച്ചാൽ അദാബ യൗമിൻ അദീം, വമ്പിച്ച ദിവസം വരാനുള്ള ശിക്ഷയെ, നരകത്തെ പേടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്രത്തോളം അവിടുന്ന് പേടിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്തിലേക്കും ശിർക്ക് എന്ന മഹാവിപത്ത് കടന്നു വരുമോ, ഞാൻ പേടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രത്തോളം സഹോദരങ്ങളെ ശിർക്കും അതുപോലെ തന്നെ നിഷേധവുമൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതിനെ വളരെയധികം പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ജീവിതത്തിലുടനീളം വിശ്വാസത്തെ വിശുദ്ധിയോടെ അതിൻ്റെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ള എല്ലാ പാഠങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് നൽകിയത്. അത് മായ്ക്കപ്പെട്ടിട്ടില്ല, തിരുത്തപ്പെട്ടിട്ടില്ല. അതവിടെ പച്ച പിടിച്ച് കിടക്കുകയാണ്. അത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസുകളിലുണ്ട്. ഉത്തമ തലമുറയിൽ ജീവിച്ച സ്വഹാബത്തിന്റെ താബികളുടെ ജീവിതത്തിൽ അതുണ്ട്. നമുക്ക് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രൂപത്തിൽ അതൊക്കെ ലഭ്യമായി കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ശിർക്ക് എന്ന ഗൗരവം സമൂഹത്തിൽ വളരുമ്പോൾ അതിന്റെ പിന്നാലെ വളരുന്ന അനാചാരങ്ങൾ, അതിന് അറുതിയില്ല. അനാചാരങ്ങൾക്ക് എണ്ണമില്ല. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ രൂപങ്ങളിൽ, വ്യത്യസ്തമായ കോലങ്ങളിൽ അനാചാരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ദിക്ർ എന്ന പേരിൽ, സ്വലാത്ത് എന്ന പേരിൽ, നേർച്ച എന്ന പേരിൽ, ആണ്ടെന്ന പേരിൽ, ഉറൂസ് എന്ന പേരിൽ അനാചാരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ ദിക്റുണ്ട്. നമുക്ക് സമാധാനം കിട്ടാൻ ഏറ്റവും പ്രധാനം ദിക്റാണ്. അലാ ബിദിക്രില്ലാ, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിലാണ് നിങ്ങൾക്ക് സമാധാനമുള്ളതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാലോ നമ്മുടെ വകയായി ഒരു ദിക്ർ പ്രത്യേകമായി കൊണ്ടുവരേണ്ടതില്ല. സമയബന്ധിതമായി ചൊല്ലേണ്ട ദിക്റുകൾ, ഓരോ സ്ഥലത്ത് ചൊല്ലേണ്ട ദിക്റുകൾ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എണ്ണം പിടിച്ച് ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്, എണ്ണമില്ലാതെ നിരുപാധികം നമുക്ക് ചൊല്ലാവുന്ന ദിക്റുകളുണ്ട്. അതിനൊന്നും ഇസ്ലാമിൽ തടസ്സമില്ല. സ്വലാത്ത് ഇസ്ലാമിലുണ്ട്, അതിന്റെ രൂപം ഇസ്ലാമിലുണ്ട്. അത് മാറ്റിവെച്ചിട്ട് താജു സ്വലാത്ത്, കമാലിയ സ്വലാത്ത്, നാരിയ സ്വലാത്ത് ഇസ്ലാമിന് പരിചയമില്ല. ആ നിലക്കുള്ള സ്വലാത്തുകൾ, സ്വലാത്തുൽ ഫാത്തിഹ, അത് ഇസ്ലാമിൻ്റെതല്ല. സ്വലാത്ത് എന്ന ഒരു വാക്കോ അല്ലാഹ് എന്ന നാമമോ റസൂലുള്ളാഹി എന്ന പേരോ വന്നതുകൊണ്ട് സ്വലാത്താവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്വലാത്തിനെ എപ്പോഴും നമുക്ക് ചൊല്ലാം. അത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. വെള്ളിയാഴ്ചയിൽ അധികരിപ്പിക്കാം. ബാങ്കിന് ശേഷം സ്വലാത്ത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്.
അതല്ലാത്ത അനാചാരങ്ങൾ വേണ്ട. മരിച്ചിടത്ത് എന്തൊക്കെ അനാചാരങ്ങളാണ്. മരിച്ചിടത്തൊരു സ്ഥലത്ത് പോലും അൽ ഫാത്തിഹ വിളിക്കേണ്ടതില്ല. അൽ ഫാത്തിഹ എന്നതിന് മരണവുമായി ബന്ധം മയ്യത്ത് നിസ്കാരത്തിൽ അൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്നതാണ്. മരിച്ച വീട്ടിലോ മയ്യത്തിന്റെ അടുക്കലോ വാതിൽക്കലോ വെച്ച് അൽ ഫാത്തിഹയ്ക്ക് പ്രസക്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സൂറത്ത് യാസീൻ എന്നല്ല ഒരു സൂറത്തും മയ്യത്തിന് വേണ്ടി മരിച്ച വീട്ടിലോ ഖബറിന്റെ അടുത്തോ മയ്യത്തിന്റെ അരികിലോ വെച്ച് ഓതേണ്ടതില്ല. സൂറത്ത് ബഖറ ഓതേണ്ടതില്ല, സൂറത്ത് യാസീൻ ഓതേണ്ടതില്ല. ഒരു നിലക്കും എവിടെയും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് പോലും ആ അഭിപ്രായമില്ല എന്നതാണ് വ്യക്തം. അത് പ്രത്യേകം പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും വ്യാപകമായിട്ടുള്ളത് മദ്ഹബ് ഷാഫിഈയാണ്. അവിടെ പോലും അതില്ല എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി മുതൽ പിന്നീട് 3-നും അതുപോലെ തന്നെ 7-നും 40-നുമുള്ള ആണ്ട് പരിപാടികൾ ദീനുമായി ബന്ധമില്ല. അനാചാരങ്ങൾ സഹോദരങ്ങളെ ജീവിതത്തിൽ ലയിച്ചാൽ, അത് ജീവിതത്തിന്റെ ഭാഗമായി തീർന്നാൽ നാം ചെയ്തു കൂട്ടിയ നന്മകൾ പോലും അതിലൂടെ ഇല്ലാതെയാകും എന്നാണ്. ഖുർആൻ ഉയർത്തിയ ഗൗരവം നോക്കൂ നിങ്ങൾ. പ്രവാചകരെ ചോദിക്കുക, അവരോട് പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങൾ ചെയ്ത് നഷ്ടം വന്നുപോയവർ, പറ്റിപ്പോയല്ലോ എന്റെ നാശമേ എന്ന നിലക്ക് വിലപിക്കുന്നവർ അവരാരാണെന്ന് പ്രവാചകരെ അവരോട് പറയുക. നിങ്ങളോട് പറയട്ടെ, ആരാണവർ? അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നല്ലതല്ലേ എന്ന് കരുതി കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി, ആത്മാർത്ഥമായി ചെയ്തു കൂട്ടി, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി ഭവ്യതയോടെ ഭക്തിയോടെ ചെയ്തു കൂട്ടി. അള്ളാഹു പറയുന്നു അതൊക്കെ വെറുതെയാണ്, അതൊക്കെ വെറുതെയാണ്. രണ്ടാൽ ഒരു നിലക്കാണ് അത് സ്വീകരിക്കപ്പെടാതെ പോവുക. രണ്ട് നിബന്ധനകൾ ഒത്തുവന്നാലേ സഹോദരങ്ങളെ ഒരു കർമ്മം കർമ്മമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. കർമ്മത്തിന്റെ വലിപ്പമല്ല പ്രശ്നം, ചെറുപ്പമല്ല പ്രശ്നം, അതിന്റെ ദൈർഘ്യമല്ല പ്രശ്നം, അതാരാണ് പഠിപ്പിച്ചത് എന്നല്ല. ആ കർമ്മം ഇസ്ലാമിക വൃത്തത്തിലുള്ള ഒരു കർമ്മമാകണമെങ്കിൽ രണ്ട് നിബന്ധനകൾ ഒത്തുവരണം. ഒന്നാമത്തേത് ആത്മാർത്ഥമായിരിക്കണം. തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല, അലംഭാവത്തോടെ അലസതയോടെ അശ്രദ്ധയോടെ ചെയ്യാൻ പാടില്ല. ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത് ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. എന്തിനാണ് 23 വർഷങ്ങളിൽ ഒരുപാട് വേദനകൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ആക്ഷേപങ്ങൾ സഹിച്ചുകൊണ്ട്, ചൂട് സഹിച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട്, ശത്രുക്കളുടെ ആരോപണങ്ങൾ കേട്ട് 23 വർഷങ്ങളിൽ നിസ്കരിക്കേണ്ട രൂപം, സക്കാത്തിന്റെ രൂപം, നോമ്പിന്റെ രൂപം, ഹജ്ജിന്റെ രൂപം, സ്വതക്കയുടെ രൂപം, പ്രാർത്ഥനയുടെ രൂപം, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാ പഠിപ്പിച്ചത്? ഓരോരുത്തർക്കും തോന്നിയതുപോലെ ചെയ്യാനാണെങ്കിൽ ഒരു അധ്യാപകന്റെ, ഒരു വഴികാട്ടിയുടെ ആവശ്യമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ, ഒരു അധ്യാപകനെ, ഒരു വഴികാട്ടിയെ നമുക്ക് നൽകിയത് ആ വഴികാട്ടിയിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ കൃത്യമായി അനുധാവനം ചെയ്യാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഒരു പ്രാർത്ഥനയ്ക്ക് എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും കാര്യമില്ല, അല്ലാഹു സ്വീകരിക്കൂല. ആ പ്രാർത്ഥന എത്ര ആത്മാർത്ഥമായിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണോ പാടില്ല. ഇനി അവിടുന്ന് പഠിപ്പിച്ചതാണ്, അവിടുന്ന് പഠിപ്പിച്ച ഒരു ദിക്റാണ്. പക്ഷേ അത് ചൊല്ലുമ്പോൾ ആത്മാർത്ഥതയില്ലെങ്കിൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. നാളെ പരലോകത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ വിചാരണക്കെടുക്കപ്പെടുന്ന ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കർമ്മങ്ങളെ പൊടിച്ചു കളയും, ധൂളികളാക്കി കളയും, പാറ്റിക്കളയുമെന്നാണ്. എന്താണ് ആ കർമ്മങ്ങളുടെ പ്രത്യേകത? ഇഖ്ലാസില്ല, ഇത്തിബാ ഇല്ല എന്നതാണ്. ഈ രണ്ട് നിബന്ധനകൾ ഒത്തുവരാത്ത, രണ്ടിൽ ഒന്ന് ഒത്തുവരാത്ത അവസ്ഥയിലുള്ള കർമ്മങ്ങളെ അള്ളാഹു ഒഴിവാക്കും എന്നാണ്. അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്തുകൊണ്ട് കളിച്ചാലും ദീന് കൊണ്ട് കളിക്കരുത് എന്നാണ്. അത് വല്ലാത്ത ഒരു വാക്കാണ്. എന്തുകൊണ്ടും കളിക്കാൻ നമുക്ക്, പക്ഷേ അള്ളാഹുവിന്റെ ദീന് ഒരു കളി വസ്തുവല്ല, അതൊരു ചന്തയല്ല.
ആ ദീനിന് ഭദ്രതയുണ്ട്, കെട്ടുറപ്പുണ്ട്. ഭൗതിക പുരോഗതികൾ ഓരോരുത്തരാലും ഉണ്ടാകുന്ന പോലെ പുരോഗതിയിലേക്ക് നമ്മുടെ വകയായി എടുത്തു വെക്കേണ്ട ഒന്നല്ല ദീൻ. ദീന് കൊണ്ട് കളിക്കാൻ പറ്റൂല. എന്തേ കാരണം? അതിനെ പൂർത്തിയാക്കിയത് അള്ളയാണ്. അല്യവും അക്മൽതു ലക്കും ദീനക്കും എന്നാണ്. നിങ്ങൾ ദുന്യാവിനെ പൂർത്തിയാക്കി എന്നല്ല. ദുന്യാവിനെ നൂറ്റാണ്ടുകൾക്കപ്പുറം അല്ല പൂർത്തിയാക്കിയെങ്കിൽ ഈ റോഡ് പോലും ഇങ്ങനെ ഉണ്ടാവൂല. ഈ റോഡിന്റെ പഴയ അവസ്ഥ എന്താ? ഈ റോഡ് ഈ രൂപത്തിലേക്ക് ആയത് എന്തുകൊണ്ടാ? അത് ഭൗതിക സംവിധാനമാണ്. ഈ അങ്ങാടി ഇങ്ങനെ ഉണ്ടാകുമോ? അത് ഭൗതിക സംവിധാനമാണ്. മറിച്ച് അല്ല പൂർത്തിയാക്കിയത് ദീനാണ്. ആ ദീനിന്റെ നിയമങ്ങളിൽ കൈവക്കാൻ ഇനി ആർക്കും അവകാശമില്ല. ആ ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ ആർക്കും അവകാശമില്ല. ആ ദീനിൽപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കാനോ പരിഹസിക്കാനോ അവഗണിക്കാനോ അവഹേളിക്കാനോ ഒരാൾക്കും അവസരമില്ല. അതാ ദീൻ എന്ന് പറഞ്ഞാൽ. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും, തീർന്നില്ല. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കണം. നമ്മളോട് ചോദിക്കപ്പെടുകയാണ്, എന്താണോ നിനക്ക് ലഭിച്ച വലിയ നിഅമത്ത്, അനുഗ്രഹം? ഓ, എനിക്ക് വീട് കിട്ടി, എനിക്ക് വാഹനം കിട്ടി, നല്ല ശമ്പളമുള്ള ജോലി കിട്ടി. അതാണോ സഹോദരങ്ങളെ നിഅമത്ത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ സുഖിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് അല്ലാഹുവിന്റെ ദീനാണ്. അല്ലാഹുവിന്റെ ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, അല്ലാഹുവേ എന്റെ മതം എനിക്ക് നന്നാക്കി തരണം. ഞാൻ എങ്ങനെ ജീവിക്കണം, എന്ത് പറയണം, എന്ത് പറയണ്ട, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണ്ട എന്നെ പഠിപ്പിച്ചത് എന്റെ ദീനാണ്. ആ ദീൻ എനിക്ക് ശരിയാക്കി തരണം. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ ദീനാകുന്ന നിഅമത്തിനെ അല്ല പൂർത്തിയാക്കി തന്നു. ദുന്യാവ് പൂർത്തിയായിട്ടില്ല. ദുന്യാവ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ മതമായി ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അല്ല തൃപ്തിപ്പെട്ട ഒന്നിനെ നമുക്ക് വെറുക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അല്ല തൃപ്തിപ്പെട്ട ദീനിന് മതിയായിട്ടില്ല, ഇനി കുറെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും വേഷത്തിൽ ഏതെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോക്കൂ നിങ്ങൾ, ദുന്യാവിന്റെ കാര്യത്തിൽ അള്ളാഹു എല്ലാം തൃപ്തിപ്പെട്ടിട്ടില്ല. ദുന്യാവിലുള്ളതെല്ലാം അള്ളാന്റെ പടപ്പുകളാണ്, എല്ലാം അള്ളാന്റെ സൃഷ്ടികളാണ്. പക്ഷേ എല്ലാറ്റിലും അള്ളാഹുവിന്റെ തൃപ്തിയില്ല. അതുണ്ടെങ്കിൽ കള്ളു കുടിക്കാമായിരുന്നു, പെണ്ണ് പിടിക്കാമായിരുന്നു, പലിശക്കൊതിയന്മാരായി ജീവിക്കാമായിരുന്നു, കൊലപാതകം നടത്താമായിരുന്നു, അരാജകത്വങ്ങളിൽ, അധർമ്മങ്ങളിൽ, അനീതികളിൽ ആണ്ടുപോയവരായി ജീവിക്കാമായിരുന്നു. എന്താ തൃപ്തിയില്ലാത്തത്? കള്ള് അള്ളാന്റെ സൃഷ്ടിയാണ്. വ്യഭിചാരം എന്ന ആ പ്രവൃത്തി അള്ളാന്റെ സൃഷ്ടിയാണ്. പലിശ അള്ളാന്റെ സൃഷ്ടിയാണ്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയില്ല, അള്ളാന്റെ തൃപ്തിയില്ല, അല്ല സ്വീകരിക്കൂല, അല്ല അനുവദിച്ചിട്ടില്ല. അതാ വ്യത്യാസം. അതാ ദീനും ദുന്യാവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ദുന്യാവിനോട് കളിക്കണ പോലെ ദീന് കൊണ്ട് കളിക്കരുത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതിനാൽ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഏത് രൂപത്തിൽ, ഏത് കോലത്തിൽ, എത്ര വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ്, എത്ര വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് തള്ളപ്പെട്ടാലും എടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ വിശുദ്ധ ഇസ്ലാമിൽ, അല്ലാഹുവിന്റെ ദീനിൽ പുതിയതായി ആരെങ്കിലും വല്ലതും ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം എന്നാണ്. എടുത്ത് പോക്കറ്റിൽ വെക്കണം എന്നല്ല, നമ്മുടെ വീട്ടിൽ അതിന് സ്ഥാനം കൊടുക്കണമെന്നല്ല, നമ്മുടെ വകയായി അതിന് ഒത്താശ ഒരുക്കണമെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹ് മൻ ആവാ മുഹദിസാ. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അത് ഓരോന്നായി വരുമ്പോൾ അതിന് സൗകര്യം ഒരുക്കി കൊടുത്താൽ ആ കാര്യത്തിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി പുതിയതായി ഉണ്ടാക്കണ്ട. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അയാൾ ചെയ്തു, അതൊക്കെ ദീനാണ്, കുഴപ്പമില്ല. എന്തിനാ 10 ആക്കുന്നു, 20 ആക്കാം, എന്തിനാ 23 ആക്കുന്നു, 33 ആക്കാം, 26 ആക്കാം എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങനെ ചെയ്താൽ ദീനായി എടുക്കാൻ പാടില്ല. ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം.
അത്ര പ്രധാനമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ സുഗമമായ പോക്കിനാവശ്യമായ ഭദ്രമായ ഒരു ഭരണഘടനയുണ്ടല്ലോ. ആ ഭരണഘടനയിലെ ഒരു നിയമത്തിനെതിരെ, ഒരു വരിക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർക്കെതിരെ വിധിക്കപ്പെടുന്ന വിധി എത്രയാണ്, ശിക്ഷ എത്രയാണ്? മനുഷ്യനിർമ്മിത ഭരണഘടനയിലെ ഒരു നിയമത്തെ മാറ്റം വരുത്താൻ നോക്കിയാൽ ശിക്ഷ ഉണ്ടെങ്കിൽ, ലോകത്തിന്റെ റബ്ബ് നിയമമാക്കിയ, നിർദ്ദേശമാക്കി വെച്ച, സംവിധാനിച്ച ഇസ്ലാം എന്ന നിയമത്തെ മാറ്റിമറിക്കാനോ അവഗണിക്കാനോ നിഷേധിക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന്റെ ശിക്ഷയാണ് കത്തിജ്വലിക്കുന്ന നരകം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞ റൂട്ടിലേക്ക് തിരിച്ചുവിടും. അത്രേ ഉള്ളൂ. ഓരോരുത്തരും ഇഷ്ടപ്പെട്ട റൂട്ടിലേക്ക് തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നമ, കത്തിജ്വലിക്കുന്ന നരകത്തിലിട്ട് കരിച്ചു കളയും. വസാഅത്ത് മസീറാ, അനത്ര മോശമായ സങ്കേതമാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ആയത്ത് മുന്നിൽ വെച്ച് സുപ്രധാനമായ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താ അറിയോ? നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലുള്ള ആദി പേടി എന്താ അറിയോ? എത്ര സംഘടനകളാണ് മുസ്ലിങ്ങൾക്കിടയിൽ, അല്ലെ? എത്ര പ്രഭാഷകരാണ് ലോകത്തുള്ളത്, എത്ര എഴുത്തുകാരാ ലോകത്തുള്ളത്. എന്താണ് ദീനിന്റെ പ്രശ്നം തീരാത്തത്? എന്താ ഇത് അവസാനിക്കാത്തത്? അതിന്റെ ആദ്യ ഉത്തരം എന്താണെന്നറിയോ? ദീന് കൈകാര്യം ചെയ്യുന്നത് മലക്കുകളല്ല. മലക്കുകളാണെങ്കിൽ ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ല കൽപ്പിച്ച ഒന്നിന് എതിരായി പ്രവർത്തിക്കൂല. അല്ല എന്ത് കൽപ്പിച്ചോ അതനുസരിച്ചവർ നിൽക്കും. മനുഷ്യനാണ് ദീന് കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യ സമൂഹത്തെയാണ് ദീനെന്ന അനുഗ്രഹത്തെ അള്ളാഹു ഏൽപ്പിച്ചത്. മനുഷ്യൻ എത്ര നിലക്ക് ദീന് കേടുവരുത്താൻ നോക്കിയാലും യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, വായ കൊണ്ട് ദീനിനെ ഊതിക്കെടുത്താൻ ആളുകൾ നോക്കും. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹ് വെളിച്ചത്തെ പൂർത്തിയാക്കുമെന്നാണ്. ആരൂതിക്കെടുത്താൻ നോക്കിയാലും ഇത് കെടൂല. അത്രക്ക് ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രകാശമാണ് ദീൻ. ആ ദീൻ ഊതിക്കെടുത്താൻ ആദ്യം ശ്രമിച്ച ഒരാളുണ്ട്, അബൂജഹൽ എന്ന മനുഷ്യൻ. അയാൾ ആദ്യം നോക്കിയത് ഖുറൈശികളെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൂട്ടിയിട്ട് ഈ കാര്യം അവരോട് പറഞ്ഞു. തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം. അലിഹാദാ ജമഅതന, ഇത് പറയാനാ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത്? നിനക്ക് നാശം. നൂറ്റാണ്ടുകൾക്കപ്പുറം അബൂജഹൽ പ്രതികരിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, പ്രവാചകരെ നിങ്ങളോട് വെറുപ്പ് വെച്ചവർ, നിങ്ങളോട് ദേഷ്യം കാണിച്ചവർ, അവർ നന്മയില്ലാത്തവരാണ്, അവർ വാനറ്റവരാണ്, അവർക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനോളം പ്രശസ്തിയോളം അബൂജഹലിന്റെ പേര് വളർന്നില്ല. എന്തുകൊണ്ടാണ്? അബൂജഹൽ അള്ളാന്റെ ദീനിനെ ഊതിക്കെടുത്താൻ പണിയെടുത്തവരാ. അതാണ് പ്രശ്നം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, മുസ്ലിം നാമധാരികളായി ഇസ്ലാമിനെ വിട്ട് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്? മുസ്ലിം നാമധാരികളാണ് അവരൊക്കെ. പക്ഷേ ഇസ്ലാമിനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരിലൂടെയാണോ കാര്യങ്ങൾ വളരുന്നത്? അല്ല. അവിടെയും ഇസ്ലാമിനാണ് പ്രസക്തിയുള്ളത്, ഇസ്ലാമിനാണ് പിന്നെ ഉയർച്ചയുള്ളത്. അതെന്തുകൊണ്ടാണ്? അവർ തിരിഞ്ഞ റൂട്ടിലേക്ക് അവരെ തിരിച്ചുവിടും. അത്രയേ ഉള്ളൂ. മുസ്ലിങ്ങൾക്ക് യാതൊരു ക്ഷീണവും ഒരു തളർച്ചയും വരികയില്ല. സകല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇസ്ലാമിന്റെ പേരിലാണ്, ഇസ്ലാമിന്റെ ലേബലിലാണ്. ഇസ്ലാമിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. എന്തേ കാരണം? ഒരു കൊച്ചു സംഘമേ ഇതിനുണ്ടാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചതാണ്. കുറെ ആളുകൾ കൂടുക എന്നതല്ല. ആൾബലം കൊണ്ട് ഒരു കാര്യം ശരിയാണെങ്കിൽ ആദ്യം ശരിയാകൽ കള്ളായിരിക്കും. കാരണം ഓരോ ബാറിന്റെയും ഓരോ കള്ള് ഷാപ്പിന്റെയും മുമ്പിലെ ക്യൂ എത്രയാണ്? അവ ആൾബലമാണ് സത്യത്തിന് തെളിവെങ്കിൽ കള്ള് ഹലാലാകും. കള്ള് ഹറാമായതെന്താ? ആൾബലല്ല അവിടെ തെളിവ്. ഹറാം എന്ന് പറഞ്ഞാൽ ഹറാമല്ലേ. അപ്പൊ ആളെ നോക്കലല്ല, സംഘടന വലുതാണോ ചെറുതാണോ എന്നതല്ല.